ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല. രണ്ടൊക്കത്തും എടുക്കാൻ ദൈവം നിനക്ക് തലമുറയെ തരും. ഇത് ഞാൻ ദൂതായിട്ട് നിന്നോട് പറയാ. നിന്റെ മുമ്പിൽ കിടക്കുന്ന ആ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, ദൈവം തലമുറ തലമുറയാ യാഹേ അങ്ങെന്റെ സങ്കേതം. തലമുറ തലമുറയായി നീ പിള്ളേരുള്ളോണ്ടാ ജീവിച്ചേ, അല്ലെ ചത്ത് കളഞ്ഞന്. നിന്റെ വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ട്, അത് നിന്റെ കൂടപ്പറപ്പാ. പരിപാലകൻ താൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. നിനക്ക് വയസ്സ് പറ, ചങ്കാഴി വയസ്സുണ്ട്, കെട്ടാതിരിക്കുമായിരുന്നു. ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു, സത്യം. എടാ ഞാൻ കാണുമോ അങ്ങനെ പ്രതിസന്ധിയൊക്കെ? ഞാൻ ഈ മൈക്ക് മാറ്റി കാതി പറയിപ്പം പറയും. കർത്താവ് എന്നോട് പറയാ, നിന്റെ ഭാവിയെ കെട്ടിയിട്ടേക്കുമായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ വീട്ടിൽ ഇറങ്ങി വന്ന നീ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാനുള്ളയാളാ. കൈയൊന്നടിച്ച ദൈവത്തിന് ഉറച്ചൊരാമയും പറയാൻ പറ്റുന്ന. എടാ ഇത് എത്ര വർഷം മുമ്പത്തെ കാര്യ? നീ കോളേജിൽ പഠിക്കുമ്പോ അല്ലേ? അവക്കറിയാം, അവളോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് മനസ്സിലായി ഞാൻ എന്തോ പറഞ്ഞു? പാസ്ക്ക് അറിയത്തില്ല, വേറെ ആർക്കും അറിയത്തില്ല. എനിക്കും അറിയാം, നിനക്കും അറിയാം, ഇവനും അറിയാം, യേശുവിനും അറിയാം. നിങ്ങൾ കൈയടിച്ചു രാമയും പറഞ്ഞല്ലേ? എനിക്ക് വേണേ ഹീറോ ആകാൻ വേണേ ഡിസ്ക്ലോസ് ചെയ്യാം. ഇന്റേണൽ സീക്രട്ടാ, ഇല്ലടാ, ഇന്റേണൽ സീക്രട്ടാ. അവൻ ഞെട്ടി നിൽക്കുക, എന്റെ കിളി പോയി നിൽക്കുക. എടാ മോനെ, നീ കർത്താവിന് വേണ്ടിയാ ഉള്ളതാ. നിനക്ക് പിള്ളേരുണ്ടാവോ? നിനക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ നിന്നോട് പറയാ, 50-ാമത്തെ വയസ്സിൽ ദൈവം നിനക്ക് പിള്ളേരെ തരും. നിങ്ങളെ കൈയടിച്ച് ദൈവത്തിനൊന്ന് സ്വതന്ത്രം പറ. എടാ രണ്ടൊക്കത്തും എടുക്കാൻ ദൈവം നിനക്ക് തലമുറയെ തരും. ഇത് ഞാൻ ദൂതായിട്ട് നിന്നോട് പറയാ. നിന്റെ മുമ്പിൽ കിടക്കുന്ന ആ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, അതിന്ന് രാത്രി ഞാൻ വെട്ടിക്കളയാൻ പോവാ. ഒരു പ്രശ്നമുണ്ടേ അവിടെ. അമ്മ ഒരു കാര്യത്തിൽ വിഷമിക്കുന്നുണ്ട്. നിന്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര സങ്കടമായിരുന്നു നിന്റെ അമ്മയ്ക്ക്. സത്യാന്നോ? എന്നോട് ദൈവം പറയുവാ, നിന്റെ കുഞ്ഞിനെ നിന്റെ അമ്മ എടുത്ത് കളിപ്പിക്കും. അത് നിന്റെ അമ്മയുടെ ഒരു പ്രാർത്ഥനയാ. നിന്റെ നിന്നെ ഉരുട്ടിക്കളയുക. നിങ്ങളെ 2 പിള്ളേരോ? എത്ര പിള്ളേരോ നിങ്ങള്? ആരൊക്കെയാ ഉള്ളേ? ഇതാരാ? നിന്റെ ചേച്ചി. കെട്ടിയോ? പിള്ളേരെന്തി എന്തി വന്നില്ല? വിശ്വാസത്തിലല്ലയോ? വരുവോ? അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് പായിടാൻ ഇവിടെ കാണും. കൈയടിച്ചൊരു ഒന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ എന്ന് വിളിച്ചോ. നീ ഇവിടുന്ന് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, ദൈവമേ എന്റെ കാര്യം കൂടെ പറഞ്ഞിട്ടേ പോകാവൂ കർത്താവേ, എന്നെ ഒന്ന് തൊട്ടിട്ടേ പോകാവൂ എന്ന് നീ ദൈവത്തോട് പറഞ്ഞ നിന്റെ ആയുസിന്റെ ഒരു സമയം വരെ നിനക്ക് കയ്പ് നീര് മാത്രമായിരുന്നു. നീ പിള്ളേരുള്ളോണ്ടാ ജീവിച്ചേ, അല്ലെ ചത്ത് കളഞ്ഞന്. നിന്റെ വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ട്, അത് നിന്റെ കൂടപ്പറപ്പാ. കൈയടിച്ച് ആദരം തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുപാട്. നിങ്ങൾ എത്ര പേരോ? 3 പേരോ? ഇപ്പൊ എത്ര പേരുണ്ട്? ഒരാൾ മരിച്ചുപോയി, ഏറ്റവും ഇളയാളാ. പക്ഷെ എഴുതിയ മരണം 2 എണ്ണമാ. പക്ഷെ ദൈവം നിങ്ങളെയൊക്കെ ജീവനോട് ഇട്ടേക്കുവാ. നിങ്ങളെ സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന്. നമ്മുടെ മൂത്ത കുട്ടിയുടെ പേര് പറ. അവൻ ഇഷ്ടമാണ് ഈ പ്രാർത്ഥന. വരികല കൂട്ടുകാരാ. തമ്പുരാൻ ഇന്ന് രാത്രി ആ കൂട്ടുകാരെ പൊട്ടിക്കും. എന്നിട്ട് നിന്നോടുകൂടെ ആരാധനയ്ക്ക് വരത്തക്ക പോലെ ദൈവത്തിന്റെ ക്രമീകരണം നിന്റെ വീട്ടിലുണ്ടാകും. നീ പിള്ളേരെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിള്ളേരില്ലാതെ നീ ചത്ത് കളഞ്ഞനെ. മരിക്കണമെന്ന് 1000 പ്രാവശ്യം നീ വിചാരിച്ച നീ ഇന്ന് ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാ.
നിന്റെ പിള്ളേരും നിന്റെ കൂടെ ആരാധിക്കും. ഈ സഭയിൽ ദൈവത്തെ ഉയർത്തും. ദൈവത്തിന്റെ മഹത്വം നിന്റെ വീട്ടിലുണ്ടാകും. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. അങ്ങനെ ഞാൻ പറഞ്ഞില്ല നിന്റെ വീട്ടിൽ 2 മരണം എഴുതിയെന്ന്. ഒന്ന് നിന്റെ കൂടപ്പറപ്പ്, 2 നീയുമായിരുന്നു. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, സഭ മോളെ പിടിച്ച കേട്ടോ, യേശുവിന്റെ ശക്തി അമ്മയുടെ മേൽ ഇറങ്ങി വരിക. സഭയൊന്ന് കൈയടച്ച് ചേച്ചി എന്നെ കേട്ടോ. ഞാന് നിന്നോട് പറയാ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടിയാ നിന്നോട് പറയുന്നത്. നിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തും. നീ ഇന്ന് കാണുന്ന സ്ഥിതിയിൽ നിന്ന് ദൈവം നിന്റെ കുടുംബത്തെ